ജോസ്ന ക്രിസ്റ്റി ജോസ് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ കേരളത്തിനായും ഇന്ത്യക്കായും നിരവധി മെഡലുകൾ വാരിക്കൂട്ടിയ ഫെൻസിംഗ് പ്രതിഭ. ഇന്ന് ഇൻസൈഡ് ഔട്ട് ക്വസ്റ്റ്യൻ ടൈമിൽ ആധുനിക കളരിപ്പയറ്റ് എന്നറിയപ്പെടുന്ന ഫെൻസിംഗിനെ കുറിച്ചും ഫെൻസിംഗിലേക്ക് കടന്നു വന്ന വഴികളെക്കുറിച്ചും ഫെൻസിംഗിലെ പുതിയ പ്രതീക്ഷകളെക്കുറിച്ചും സംസാരിക്കുന്നു. ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലും സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസിലടക്കം സ്വർണ്ണ മെഡലുകൾ നേടിയ ഫെൻസിംഗിലെ വയനാടൻ പ്രതിഭ ജോസ്ന ക്രിസ്റ്റി ജോസ്. കായിക ലോകത്തിലേക്കുള്ള എൻ്റെ തുടക്കം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആണ്. കാരണം ഞാനും എൻ്റെ ബ്രദറും 2009 ഞങ്ങൾ 7th പഠിക്കുന്ന ടൈമിൽ കൽപ്പറ്റയിലുള്ള സ്പോർട്സ് കൗൺസിൽ SKMG സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു സെലക്ഷൻ ട്രയൽസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ്. അപ്പം ഞങ്ങൾ പോയി, പപ്പയാണ് കൂട്ടിക്കൊണ്ടുപോയത് എന്നെ ചേട്ടായിനെ. അപ്പം ഞങ്ങളവിടെ ചെന്ന് അപ്പോൾ ചേട്ടൻ ഓൾറെഡി അത്ലറ്റിക്സിൻ്റെ സൈഡിലോട്ട് മാറി, ഞാൻ അങ്ങോട്ട് തന്നെ പോകാനാണ് നിന്നത്. അപ്പം സ്വപ്ന എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഒരു മാം വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഫെൻസിങ്ങിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. അപ്പം ആ ഫെൻസിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെ ക്രൗഡ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ട്രൈ ആണ്. അപ്പോൾ ഇതിനൊരു ന്യൂ ഗെയിം ആയിക്കോട്ടെ, അതിനൊരു പ്രത്യേകതയുണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയ സമയത്ത് റോയൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. സോ ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ഫെൻസിങ്ങിലോട്ട് പോയി. ജസ്റ്റ് അവിടുത്തെ ട്രയൽസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ചേട്ടൻ അത്ലറ്റിക്സിലോട്ട് പോയി. അങ്ങനെ യാദൃശ്ചികമായി പോയതാണെങ്കിൽ പോലും ഐ ഗോട്ട് സെലക്ടഡ് ഇൻ ദ സ്പോർട്സ് കൗൺസിൽ ദ സെയിം ഇയർ. ബട്ട് ചേട്ടായിൻ്റെത് പിന്നെ ചേട്ടായി സ്പോർട്സിൻ്റെ അത് മീൻസ് അത് ശരിയായില്ല, അത്ലറ്റിക്സിൻ്റെ അത് ശരിയായില്ല. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്പോർട്സിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടു ബി എ സ്പോർട്സ്മാൻ വി നീഡ് ദ സപ്പോർട്ട് ഓഫ് സംവൺ. മേ ബി ഇറ്റ്സ് ഫ്രം ദ ഫാമിലി ഓർ ഫ്രണ്ട്സ് ഹൂ എവർ ഇറ്റ് ഈസ്. അപ്പോൾ എൻ്റെ കേസിൽ ശരിക്കും പറഞ്ഞാൽ പപ്പയും അമ്മയും നല്ല സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ പപ്പേൻ്റെ അമ്മേൻ്റെയും ഹെൽപ്പോടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്പോർട്സ് എന്ന ഫീൽഡിലോട്ട് ഇറങ്ങിയത്. ഫീൽഡിലിറങ്ങി അതിന് ശേഷം ഞാൻ ആരായി എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസിനേക്കാളും കൂടുതൽ എന്നെ സ്പോർട്സിലോട്ട് ഒരു ഇൻട്രസ്റ്റ് തന്നത് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഓഫ്കോഴ്സ് എൻ്റെ പാരൻസ് ആണ്. അമ്മ ശരിക്കും ബേസിക്കലി ഒരു ക്രിക്കറ്റർ ആയിരുന്നു. ഈവൻ ദോ ഇറ്റ്സ് നോട്ട് എ സക്സസ്ഫുൾ സ്റ്റോറി, ഷീ വാസ് എ ക്യാപ്റ്റൻ ഓഫ് കേരള ഇൻ ക്രിക്കറ്റ് ഫോർ ഓൾമോസ്റ്റ് 5 years കണ്ടിന്യൂസ്ലി. ബട്ട് എവിടെയും ഒന്നും ആവാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഫെൻസിങ് എന്ന് പറഞ്ഞൊരു ഗെയിമിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഷീ വാസ് റിയലി ടെൻസ്ഡ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ പോപ്പുലർ ഗെയിം. ഷീ വാസ് അതൊരു റിപ്പീറ്റേഷൻ ഓഫ് ഹെർ സ്റ്റോറി ആകുമോ എന്ന് ഭയങ്കരമായിട്ടൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് എന്തായാലും ഇറങ്ങി സെലക്റ്റഡ് ആയി. അതൊരു ഡെസ്റ്റിനി ആയിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ സ്പോർട്സിലോട്ട് ഇറങ്ങിയത്. സ്പോർട്സിലോട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് 1 year കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ വയനാട് കൽപ്പറ്റയിലായിരുന്നു എൻ്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത്. ആ ബിഗിനിങ് ടൈമിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോച്ചായിട്ടുണ്ടായിരുന്ന സ്വപ്ന ടീച്ചറാണ്. സ്വപ്ന ടീച്ചർ ഷീ വാസ് ദ വൺ ഹു ഇൻട്രൊഡ്യൂസ്ഡ് മീ ദ ഫെൻസിങ്. സോ അങ്ങനെ വയനാട്ടിലായിരുന്നു ഞാൻ 1 വർഷം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എനിക്ക് ബേസിക് ലെവൽ ഫുട് വർക്ക്സും കാര്യങ്ങളും ഒക്കെ മാമാണ് പഠിപ്പിച്ചു തന്നത്. ദർ വാസ് സം സീനിയേഴ്സ് ഓൾസോ ലൈക്ക് തേജസ് ഏട്ടൻ, നയന ചേച്ചി, ക്രിസ്റ്റീൻ ചേച്ചി, സംവൺ, അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു ശരിക്കും കൽപ്പറ്റയിലെ ലൈഫ്. അവിടുന്ന് ഒരു സ്റ്റേറ്റ് മീറ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു സ്റ്റേറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു. സോ സ്റ്റേറ്റ് ക്യാമ്പ് വാസ് ഹെൽഡ് അറ്റ് സായി തലശ്ശേരി. സാഗർ സർ വാസ് എ കോച്ച് ഓവർ ഹിയർ. അപ്പം ഞങ്ങൾ വന്ന് ഇവിടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു. 10-15 ദിവസം ക്യാമ്പായിരുന്നു. ക്യാമ്പിനൊക്കെ വന്ന് തിരിച്ചു പോകുന്ന സമയത്താണ് സാഗർ സർ പറയുന്നത് അവിടത്തേക്കാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ ഫെസിലിറ്റീസും എക്യുപ്മെൻറ്റ്സും ഒക്കെ ഇവിടെ ഉണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ആർ വെൽക്കം ഓവർ ഹിയർ. സോ നെക്സ്റ്റ് ടൈം അങ്ങോട്ട് ട്രൈ ചെയ്തു. അപ്പം 2010 ഞാൻ അങ്ങനെ തലശ്ശേരി സായിൽ ഒരു ഫെൻസിങ് ഇൻമേറ്റായിട്ട് മാറി. ക്രിക്കറ്റ് താരമായ അമ്മ എങ്ങനെയാണ് എൻ്റെ സ്പോർട്സ് ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോലും എന്നോട് അമ്മ ഒരു കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് ഞാൻ വിളിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജസ്റ്റ് ഇപ്പം ഞാൻ മാച്ചിന് ഇറങ്ങാൻ പോകണം തൊട്ട് മുന്നേ അമ്മ വിളിച്ചിട്ടില്ല. അമ്മ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല ഗോ ഫോർ ഗോൾഡ് അല്ലെങ്കിൽ പോയി ഗോൾഡ് അടിച്ചിട്ട് വാ, പിന്നെ മെഡൽ എന്തായാലും വേണം ഒന്നും പറഞ്ഞിട്ടില്ല. ഓൾവേസ് ഷീ യൂസ് ടു ടെൽ മീ ദാറ്റ് ഡു യുവർ ബെസ്റ്റ്, നിന്റെ മാക്സിമം അടിപൊളിയായിട്ട് കളിക്കും, നോക്കി കളിക്കും, കാമായിട്ട് നന്നായി കളിക്കും, ഇത്രേ. അതിനപ്പുറം മെഡൽ വരണം, ഗോൾഡ് തന്നെ വരണം, അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണം എന്നൊന്നും ഒരിക്കലും എൻ്റെ അമ്മ എന്നെ പറഞ്ഞിട്ടുമില്ല, എന്നോട് അങ്ങനെ എന്നെ പുഷ് ചെയ്തിട്ടുമില്ല. അമ്മ ആഗ്രഹിച്ച ഒരു ലൈഫാണ് ഞാൻ ലീഡ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ് അമ്മ എപ്പം പറയുക. പിന്നെ ജോബൊന്നും ആയില്ല, ഒരു സാധാരണ ഒരു ഹൗസ് വൈഫ് എങ്ങനെയാണ് ഒരു ലൈഫ് ലീഡ് ചെയ്യുക, അപ്പം അതുപോലത്തെ ഒരു ലൈഫ് ലീഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക ആയിരുന്നു അമ്മ. ഇപ്പം ലാസ്റ്റ് ഫ്യൂ മന്ത്സ് ആയിട്ട് അവരുടെ വിമൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വെറ്ററൻസ് വിമൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇടയ്ക്കൊരു റീയൂണിയൻ പോലത്തെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു.
സോ ദ ഫ്രണ്ട്ലി മാച്ച് വാസ് ഹെൽഡ് അറ്റ് എറണാകുളം. ഐ വെന്റ് വിത്ത് ഹെർ. അപ്പോൾ ഞാൻ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അമ്മേനെ അങ്ങനെ ഒരു സ്പോർട്സ് കിറ്റിലോ അല്ലെങ്കിൽ കളിക്കാൻ ഇറങ്ങുന്നതായിട്ടോ വാംപ് ചെയ്യുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇന്നുവരെയൊക്കെ ഒന്നും. സോ അമ്മേനെ ഞാൻ അങ്ങനെ കണ്ടു. ഷി വാസ് റിയലി എക്സൈറ്റഡ്. ഈവൻ ഇപ്പോൾ ഈ 51 ഇയേഴ്സ് ആയി, ബട്ട് സ്റ്റിൽ അമ്മ ഒരു വിക്കറ്റ് എടുത്തായിരുന്നു. കാരണം അമ്മ ഗ്രൗണ്ടിലുള്ള സമയത്ത് ഞാൻ അവിടെ ഉണ്ടായി, അമ്മ കളിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഒരു വിക്കറ്റ് എടുത്തു. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഷി വാസ് ജസ്റ്റ് സ്കിപ്പിങ് ചെയ്യുന്ന പോലെ ഇരുന്ന് ചാടുമായിരുന്നു ഗ്രൗണ്ടിൽ. അപ്പം അപ്പോഴും എനിക്കിങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായി, കാരണം സ്പോർട്സുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഉള്ളിലുള്ള ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു മനസ്സിലുള്ള ആ ഒരു ഗെയിമിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്, ഒരു ഫീൽ, ആ ഒരു ലവ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഇപ്പോൾ ഏജ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ ഒന്നും ഒരിക്കലും എൻ്റെ ആവില്ല എന്നുള്ള കാര്യം അന്ന് അമ്മേനോട് പോയ സമയത്ത് എനിക്ക് മനസ്സിലായി. സോ ഇഫ് യു കൺസിഡർ അബൌട്ട് ദ ഹിസ്റ്ററി, fencing was one among the 9 sports in modern Olympics. So 1896 മുതലുള്ള ആ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് മുതലേ ഫെൻസിങ് ഒരു സ്പെഷ്യൽ റോൾ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. Pierre de Coubertin is known as the father of modern Olympics and he himself was a fencer. At the same time, ഇപ്പോഴത്തെ നമ്മുടെ IOC president തോമസ് ബാക്ക് is also a former fencer. സോ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ എത്ര ഫെൻസിങ്ങിന് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും പുറത്ത് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എത്ര പഴയ ആൾക്കാർ വരെ കളിക്കുന്നുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ട്രിബ്യൂട്ടാണ് ശരിക്കും. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞുകൂടാ, ബട്ട് സ്റ്റിൽ അതൊരു പ്രൂഫാണ് എന്ന് പറയാം. പുറത്തുനിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെയും അല്ലെങ്കിൽ ഓരോ കോച്ചസിൻ്റെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഒരു പ്ലേയേഴ്സിൻ്റെ അവരുടെ സ്റ്റോറീസിലൂടെ കണ്ട് പരിചയപ്പെടുന്ന അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മളെ കുഞ്ഞു പിള്ളേരെ, ഇപ്പം ചെറിയ കിഡോസ്, ഒരു 5 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സ് അത്രയും കുഞ്ഞു പിള്ളേർക്ക് പോലും സോഡ്, ഇപ്പോൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള സോഡ്, പ്ലാസ്റ്റിക്കിൻ്റെ മാസ്ക്, ആ ഒരു ഗെയിമിനോടുള്ള ഒരു ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിള്ളേർക്ക് ആ ഒരു ഗെയിമിനോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുമോ, അവർക്ക് വരുമോ, അല്ല അവരുടെ റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും വേണ്ടി അത്രയും നേരത്തെയാണ് എല്ലാവരും റെഡിയാക്കുന്നത്. നമ്മുടെ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇന്ത്യയിലായിക്കോട്ടെ, ഇപ്പം ഇന്ത്യയിൽ നിന്ന് പറഞ്ഞൂടാ, കാരണം ഇപ്പം മഹാരാഷ്ട്ര, ഡൽഹി അവിടെ ഒരുപാട് ക്ലബ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും കളിക്കാനും അല്ലെങ്കിൽ ഫെൻസിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനൊക്കെ ആയിട്ടുള്ള ഇപ്പോൾ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കേരളത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. ആസ് യൂഷ്വലി ഇപ്പോഴാണെങ്കിലും 12 വയസ്സുള്ള ആൾക്കാർക്ക് സായിൽ ഫെൻസിങ്ങിൽ എൻട്രി കൊടുക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ട്. കാരണം ഏജ് എന്നുള്ളൊരു പ്രശ്നം കാരണം കുഞ്ഞു പിള്ളേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി പറ്റാറില്ല. നമ്മൾ സ്പോർട്സ് ഫെൻസിങ് എന്നൊരു സ്പോർട്ട് കുറച്ചും കൂടെ പോപ്പുലർ ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് സ്കൂൾ ലെവലിൽ തന്നെ ഗെയിമിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പം പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഫെൻസിങ് ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്, കോമ്പറ്റീഷൻ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഫുള്ളി ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ്, കുറച്ച് ലൈറ്റ്സ് വരും, അവിടെ സൗണ്ട് കേൾക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതിൻ്റെ കുറച്ച് ടെക്നിക്സ് ഉണ്ടാവും, അതിൻ്റെ മൂവ്മെൻറ്റ്സ് സ്പെഷ്യലാണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ ഒരു ഫെൻസിങ് എന്ന ഗെയിമിനെ പറ്റി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടത്തുള്ളൂ. ഏത് കായികതാരാണെങ്കിലും അവരുടെ മൈൻഡിൽ ഇപ്പോൾ ഒളിമ്പിക്സ് കളിക്കണം അല്ലെങ്കിൽ ഒളിമ്പിക്സ് മെഡൽ വാങ്ങണം, ഒരു ഗോൾഡ് അടിക്കണം എന്നൊരു ആഗ്രഹമാണ് മൈൻഡിലുണ്ടെങ്കിലും അവർക്ക് എന്തായാലും ഒരു സൈഡിൽ ജോബ് അതൊരു ടാർഗറ്റിന് ആയിരിക്കും എന്തായാലും. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ നാഷണൽ ഗെയിംസ്, ഇപ്പം ഞാൻ വാസ് 17 വരെ വാസ് ഇൻ നാഷണൽ ഗെയിംസ്. അപ്പം നാഷണൽ ഗെയിംസിൽ എനിക്ക് കളിക്കാൻ പറ്റി, എനിക്ക് ടീം ഗോൾഡ് അടിക്കാൻ പറ്റി. ചേച്ചിമാരുടെ കൂട്ടത്തിൽ ഞാൻ തന്നെ ആയിരുന്നു ചെറുത്, ബട്ട് സ്റ്റിൽ ഐ ഫോട്ട്, നന്നായി കളിച്ചു. അപ്പോൾ ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ചേച്ചിമാരൊക്കെ പറയായിരുന്നു, ജോലി ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊച്ചിന് കിട്ടത്തില്ലല്ലോ, 18 വയസ്സ് പോലും ആയിട്ടില്ലല്ലോ, നമുക്ക് നോക്കാം, നല്ല ലെറ്റർ എഴുതി കൊടുക്കാം എന്നൊക്കെ പറയുമായിരുന്നു. ബട്ട് എന്താ പറയുക, സർക്കാർ ജോലിയാണ്, അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരാനും എല്ലാ കാര്യങ്ങളും ആവാനും എല്ലാം പിന്നെയും 2 ഇയേഴ്സ് പാസ് ചെയ്തു. സോ വെൻ ഐ വാസ് 20 ഐ വാസ് അപ്പോയിൻറ്റഡ് ഇൻ ഡിസ്ട്രിക്ട് പോലീസ് ഓഫീസ് കണ്ണൂർ. SP ഓഫീസിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ക്ലർക്കായിട്ട് ആദ്യം കയറിയത്. അവിടെയും ഒരു കിഡോ ആയിരുന്നു. ആരുടെ എങ്ങനെ സംസാരിക്കണം എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും കമ്പനിയായിട്ട് വർത്താനം പറഞ്ഞാൽ തിരിച്ചായി പോവുമോ, തിരിച്ചു പറഞ്ഞാവോ, അല്ലെങ്കിൽ സംസാരിച്ചില്ലെങ്കിൽ ജാടയാന്ന് പറയുമോ, എല്ലാം കൂടെ കലർന്നൊരു മൈൻഡായിരുന്നു. പക്ഷെ അവിടെ ഉള്ളവരാണല്ലോ നല്ല ഒരു കുഞ്ഞു മോളായിട്ടാണ് കെയർ ചെയ്തതും നന്നായിട്ട് നോക്കിയത്. അപ്പോൾ ഈ സർക്കാർ ജോലി എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഫെൻസേഴ്സ് അല്ലെങ്കിൽ എല്ലാ സ്പോർട്സ് താരങ്ങളോടും മെയിനായിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ സൈഡിൽ നമ്മൾ സ്പോർട്സിന് പെർഫോം ചെയ്യേണ്ടത് മാക്സിമം നല്ല അടിപൊളിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും നന്നായിട്ട് ചെയ്യുക.
അതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് അത് നന്നായിട്ട് കൊണ്ടുപോകും. ഫെൻസിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. ഒരു ഇയർലി ജോബ് വിളിച്ചാൽ മാത്രമാണ് നമുക്ക് ജോബിന് എന്തെങ്കിലും കാര്യങ്ങൾ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം നാഷണൽ ഗെയിംസ് പോലത്തെ ഒരു കോമ്പറ്റീഷൻ നടന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ കുറേ ആൾക്കാർക്ക് ജോബ് കിട്ടിയത്. പോലീസ് ടീം എടുക്കും എന്നൊക്കെ ഒരുപാട് വർഷമായിട്ട് പറയുന്നതിന് പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുക എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, ഒരുപാട് പേർക്ക് ജോബ് കിട്ടും. അങ്ങനെയൊക്കെ ഒരു എങ്ങനെയായാലും ജോബ് കിട്ടും എന്ന് ഉറപ്പുള്ള ഒരു ടൈം അതുപോലത്തെ ഒരു ഗെയിം ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഹോൾഡ് ഓൺ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ആവശ്യമുള്ളപ്പോൾ ജോബ് മതി എന്നുള്ളൊരു പോളിസിയിൽ കൊണ്ടുപോകാം. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്ന ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ലീവ് എടുത്തിട്ടാണെങ്കിലും വന്ന് കരിയർ കണ്ടിന്യൂ ചെയ്യുക, സ്പോർട്സ് പ്രാക്ടീസ് നടത്തുക. അങ്ങനെ എല്ലാം അടിപൊളിയാക്കാനാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത്. ഫെൻസിങ് കരിയറിൽ അൺഫോർഗറ്റബിൾ കോമ്പറ്റീഷൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇവണ്ടോ നമുക്കൊരു 100 കോമ്പറ്റീഷൻ നമ്മൾ പോയിട്ട് അതിൽ ഒരുപാട് വിക്ടറീസ് ആണ് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നെഗറ്റീവ്സ് എപ്പോഴും അങ്ങ് ക്രാക്ക് ചെയ്ത് നിൽക്കും, അത് വേഗം പോകത്തില്ല. അത് എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, എൻ്റെ കാര്യത്തിൽ എന്തായാലും അങ്ങനെയാണ്. സോ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നാഷണൽ ഗെയിംസിന്റെ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി, എൻ്റെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് വരുത്തിയ ഒരു കോമ്പറ്റീഷനാണ് നാഷണൽ ഗെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ അൺഫോർഗേറ്റബിൾ ആയിട്ടുള്ള ഒരു ബാഡ് മെമ്മറി അല്ലെങ്കിൽ ആ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇന്നും ഞാൻ ഇപ്പോഴും ആലോചിച്ചിട്ട് എനിക്ക് സങ്കടം തോന്നാറുള്ള ഒരു കോമ്പറ്റീഷനാണ്. കാരണം ഓസ്ട്രേലിയയിൽ ലാസ്റ്റ് 2018 നടന്നൊരു കോമ്പറ്റീഷനായിരുന്നു. ഞങ്ങൾ കോമ്പറ്റീഷന് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും കൂടെ ആയിരുന്നില്ല. കാരണം തുടക്കം മുതലേ തന്നെ കോമ്പറ്റീഷൻ എത്ര കാലം കളിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ പോയ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും ലോൺ എടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയും പൈസ ഒപ്പിച്ചിട്ടൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷനൊക്കെ പോയി തുടങ്ങിയത്. ആ സമയത്ത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ അവരെയാണ് നമുക്ക് കൊണ്ടുപോകുന്ന പരിപാടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ 2018 നടന്ന കോമ്പറ്റീഷൻ അത്രയും സീനിയർ കോമൺവെൽത്ത് നമുക്ക് പോയി ഇന്റർനാഷണൽ ഒരു മെഡൽ വാങ്ങാൻ നല്ല ചാൻസ് ഉള്ള ഒരു കോമ്പറ്റീഷൻ എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ റിസ്ക് എടുത്ത് പറഞ്ഞ് പൈസ നമ്മൾ തന്നെ എടുത്ത് സെറ്റാക്കി അവസാനം ആ കോമ്പറ്റീഷൻ പോയതായിരുന്നു. സോ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണെങ്കിലും ക്വാർട്ടർ ഫൈനൽസിൽ നന്നായി കളിക്കാൻ പറ്റിയ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ടീമും അതേപോലെ തന്നെ നമ്മുടെ അടിപൊളി ടീമായിരുന്നു. ഞാൻ നന്നായിട്ട് കളിച്ചിരുന്നു. ബട്ട് പിന്നെ ടീം കോമ്പറ്റീഷൻ ആകുമ്പോൾ എല്ലാവരും നന്നായിട്ട് കളിക്കണം. അപ്പോൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരാൾ നന്നായിട്ട് കളിച്ചില്ല. അപ്പം കളിക്കാത്തത് കൊണ്ട് തന്നെ ടീം മെഡൽ പോയി. അത് ഞങ്ങൾക്ക് പിന്നെ ടീം മെഡൽ പോയി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ടീം ഗോൾഡ് അടിച്ച് തിരിച്ചു വരാൻ പാകത്തിന് അത്രയും സ്ട്രോങ് ടീം ആയിരുന്നു. എന്നിട്ടും ഒരാൾ വേണ്ടാന്ന് വെച്ചതിന് ശേഷം 4 പേരും തോക്കുകയാണല്ലോ ചെയ്യുക. നമ്മൾ അത്ര കളിച്ചു കൊടുത്തൊന്നും പറഞ്ഞ കാര്യമില്ലല്ലോ. അതൊരിക്കലും മായുന്നില്ല. ഭയങ്കര ഒരു സങ്കടം അല്ലെങ്കിൽ അതെപ്പോഴും ഒരു ബാഡ് മെമ്മറി ആയിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഒരു വലിയ സങ്കടമുള്ളൊരു മെമ്മറിയാണ്. കോമ്പറ്റീഷൻസിനെ പറ്റി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെയാലും ഓടി വരും. ഫെൻസിങ്ങിന്റെ നല്ല ഏത് ഗെയിമിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് നല്ല കിറ്റ് കൊടുക്കുക, നല്ല പ്രാക്ടീസ് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുക, അതേപോലെ ഒരുപാട് കോമ്പറ്റീഷൻസിന് അവരെ വിടുക. അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഏത് ഗെയിമാണെങ്കിലും അവരുടെ സ്റ്റുഡൻസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഫെൻസിങ്ങിനാണെങ്കിലും അങ്ങനെ തന്നെ. അതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. അപ്പം ഞാനിവിടെ സായിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ലൊരു കോച്ചാണുള്ളത്. എൻ്റെ സാഗസ്, ഹീസ് വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ച് ഇൻ ഇന്ത്യ. അപ്പോൾ പിന്നെ സാഗസിന്റെ അണ്ടറിൽ ഞാൻ ട്രെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും സാറിന് എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പോലെയൊക്കെ സാർ എനിക്ക് ട്രെയിൻ ചെയ്ത് തരും. പക്ഷേ എനിക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ വേണ്ടി അത് ട്രൈ ചെയ്ത് നോക്കി അത് പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് നല്ല ഒപ്പോണൻസ് വേണം. അതായത് ഇപ്പം ഞാനോ വലിയ പ്ലെയറൊന്നും അല്ല. അപ്പം എനിക്കിപ്പോൾ ഇവിടെ ഉള്ള പിള്ളേരുടെ അടുത്ത് എല്ലായിടത്തും വിചാരിച്ചാൽ ഞാൻ എല്ലാവരുടെയും കളിക്കുന്നു. ഞാൻ വിചാരിച്ചാൽ എനിക്ക് ജയിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ എനിക്ക് 15 പോയിന്റിൽ ഒരു 1-2 പോയിന്റ് എടുക്കാൻ പറ്റാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ട്രൈ ചെയ്യും. ഐ ഹാവ് ടു ഇമ്പ്രൂവ്. എനിക്ക് ജയിക്കണം അല്ലെങ്കിൽ എനിക്ക് കുറേ സ്കോർ ചെയ്യണം. അങ്ങനെ ഒരു തോട്ട് എൻ്റെ മൈൻഡിലുണ്ടാവും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിന്നൊരു 10-15 ദിവസവും അല്ലെങ്കിൽ ഈവൻ 2 മാസവും 3 മാസവും ഇന്ത്യൻ ക്യാമ്പ് നടത്തിയതിനു ശേഷം നമ്മൾ വേറെ സ്ഥലത്ത് കോമ്പറ്റീഷന് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് അങ്ങ് ആ ഒരു എക്സ്പോഷറും കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇന്ന് കോമ്പറ്റീഷൻ അവിടെ ചെല്ലും, നാളെ നമുക്ക് കോമ്പറ്റീഷൻ ആയിരിക്കും. ബാക്കിയുള്ള കൺട്രീസിലെ എല്ലാ ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിലും അവർക്ക് ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ അവിടെ വന്ന് നിന്ന് പ്രാക്ടീസ് ചെയ്ത് ആ സ്ഥലത്തിനേക്കൊന്ന് സെറ്റാക്കി എടുത്ത് അങ്ങനെയാണ് അവർക്ക് കോമ്പറ്റീഷന് വരും.
അവിടെ തന്നെ നിൽക്കണം എന്നില്ല, അറ്റ്ലീസ്റ്റ് പുറത്ത് പോയിട്ട് നമുക്ക് കുറേ ക്ലബ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കൂടെയൊക്കെ കളിക്കാൻ വേണ്ടി, അവരുടെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ക്ലബ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ വീക്ക്ലി അവർക്ക് കോമ്പറ്റീഷൻസ് ആണ് ഉണ്ടാവുക. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ അവരുടെ ക്ലബ് ലെവലിൽ തന്നെ കോമ്പറ്റീഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറത്തുള്ള ആൾക്കാർ എങ്ങനെയാണ് കളിക്കുക എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ട്. വർഷത്തിൽ ഒരു ഇന്റർനാഷണലോ 2 ഇന്റർനാഷണലോ പോയി അതിപ്പോൾ നമ്മൾ നാഷണൽ ലെവലിൽ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ വന്നു, നമ്മൾ ടീമിലുണ്ട് എന്ന് വെച്ച് നമ്മളൊരു കോമ്പറ്റീഷനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വർഷത്തിൽ ഒരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ 2 കോമ്പറ്റീഷനോ കൊണ്ടുപോയി എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അപ്പോഴും ഗവൺമെന്റ് കംപ്ലൈന്റ് ചെയ്യുന്നത് അവർ 2 കോമ്പറ്റീഷൻ ഉണ്ട്, അവരെന്താ കാണിച്ചേ, അവർക്ക് എന്താ കിട്ടിയത്, ഒന്നും കിട്ടിയില്ല. അതൊന്നും പക്ഷേ ഗവൺമെന്റ് തന്നെ സൈഡിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മൾ അവിടെ പോയതിനു ശേഷം ഒറ്റയടിക്ക് പോയി മെഡൽ വാങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വരുന്ന ആൾക്കാർ വെറുതെ വരുന്നവരല്ല. എല്ലാവരും ഒരേ കാര്യം ഏർജ് ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അത് വേണം, മെഡൽ വാങ്ങണം, കളിക്കണം എന്ന് വിചാരിച്ചാണ് എല്ലാവരും വരുന്നത്. എല്ലാവരുടെയും ടാർഗറ്റ് അത് തന്നെ ആയിരിക്കും. അവരെന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷം 10ഉം 15ഉം ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസ് കളിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതലും. അതാണ് നടുക്ക് ക്ലബ് ടൂർണമെന്റ്സ് കാര്യങ്ങൾ. നല്ല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരുപാട് നമ്പർ ഓഫ് കോമ്പറ്റീഷൻസ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് കോമ്പറ്റീഷൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് ലെവൽ എന്തായാലും ഇംപ്രൂവ് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഓൾവേസ് കൺസിഡർ സായി ആസ് മൈ സെക്കൻഡ് ഹോം. കാരണം അക്കോർഡിംഗ് ടു മീ ഞാൻ എൻ്റെ ലൈഫിൽ ഞാനൊരു 10 years വരെയാണ് എൻ്റെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം ഞാൻ വയനാട്ടിലെ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അതിനുശേഷമുള്ള ലൈഫിൽ ഇപ്പം ഓൾമോസ്റ്റ് 11 years ആയിട്ട് ഞാൻ എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡെയിലി ലൈഫ് ഞാൻ റൊട്ടീനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സായിലാണ്. ഞാൻ അതുകൊണ്ട് തന്നെ സായി എപ്പോഴും എൻ്റെ ഒരു സെക്കൻഡ് ഹോമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സായി ഞാൻ ഒരിക്കലും ഞാൻ സായിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇനി ലെവലിൽ എത്തുന്നോ, അല്ലെങ്കിൽ എനിക്ക് ഫെൻസിങ്ങിൻ്റെ ബേസിലൊരു ജോബ് കിട്ടുന്നോ, അല്ലെങ്കിൽ ഈ ഒരു നെയിം ആൻഡ് ഫെയിം അങ്ങനത്തെ സംഭവം ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വയനാട്ടിൽ നിന്ന് 10-15 ദിവസം സ്ട്രീറ്റ് ക്യാമ്പിന് വന്ന സമയത്ത് തന്നെ എൻ്റെ മൂവ്മെൻറ്റ് മാത്രം കണ്ടിട്ടാണെങ്കിലും എന്നിലൊരു ബിലീഫ് വെച്ച്, എന്നെ ഒരു ഹോപ്പ് വെച്ച് എന്നെ ഇൻവൈറ്റ് ചെയ്തല്ലേ സായിലോട്ട് വരുന്നു എന്ന് ചോദിച്ച ഒരാൾ സാഗസരാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ട്വിസ്റ്റ് വന്നത്. കാരണം അവിടുന്ന് ഞാൻ സായിലോട്ട് വന്നു. സായിലോട്ട് വന്നത് മാത്രമല്ല, ഞാൻ സായിൽ വന്നതിന് ശേഷം 4 വർഷം എൻ്റെ സാർ എൻ്റെ മേലെ എന്തോരം വിശ്വാസം. ഞാൻ ഓരോ വർഷവും കോമ്പറ്റീഷന് പോയിട്ട് ഞാൻ ഫെയിലിയറാണ് ഫേസ് ചെയ്തിരുന്നതെങ്കിൽ ആ സമയത്ത് എല്ലാ പ്രാവശ്യം ഞാൻ ഫെഡപ്പ് ആവുകയെന്ന് ചെയ്തു. ഇത്രയും കഷ്ടപ്പെട്ടു, ഇത്രയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തു, എന്നിട്ടും എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊരു മൈൻഡ് സെറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും സാറ് പറയുന്നു ലാസ്റ്റ് ഇയറിനേക്കാൾ ഇത്ര നന്നായി പെർഫോം ചെയ്തു, നെക്സ്റ്റ് ഇയർ നമുക്ക് എന്തായാലും അടിപൊളിയാക്കാം, അല്ലെങ്കിൽ കീപ്പ് ട്രസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്തതും എന്നെ ഒന്ന് ചീറപ്പ് ചെയ്തെടുത്തതൊക്കെ സാഗസ് സാർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫെൻസിങ് കോച്ച് എന്ന രീതിയിൽ ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കോച്ച് സൈബർ, ഞാൻ ചെയ്യുന്ന ഈവൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് കോച്ച് തന്നെയാണ് സാഗസ് സാർ. ഇന്ത്യൻ ക്യാമ്പിന് പോയിട്ടുണ്ടെങ്കിലും സാറിന് നമ്മളോട് ചിലപ്പോൾ ഉണ്ടാകും. പിന്നെ അതേപോലെ എനിക്കിപ്പം എനിക്ക് ഫെൻസിങ്ങിൽ വന്നതിന് ശേഷം വന്ന വർഷം മുതൽ എനിക്ക് ടീം മെഡൽ ഉണ്ടെങ്കിലും എനിക്ക് ഇൻഡിവിജ്വൽ മെഡൽ വന്ന് ഞാൻ സായിൽ വന്ന് 4 വർഷം അല്ലെങ്കിൽ 3.5 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ സീനിയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സാഗസ് സാറിൻ്റെ കൊളീഗ്സ് ആയിട്ടുള്ള കോച്ചസ് ആയിരിക്കാം, പലരാണെങ്കിലും സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വർഷം നോക്കിയില്ലേ, അവളടുത്തൊന്നും ആയിട്ടില്ലല്ലോ, അവൾ പ്രാക്ടീസ് നന്നായി ചെയ്യുന്നില്ലേ, കോമ്പറ്റീഷന് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ സമയത്തും അവൾക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവൾ ചെയ്യുന്നൊരു കോൺഫിഡൻസ് സാറ് മൈൻഡിൽ വെച്ച് ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നത് സാഗസ് സാറാണ്. സോ ഹി ക്യാരീസ് എ മെയിൻ റോൾ ഇൻ മൈ ലൈഫ് ആക്ച്വലി. ഫെൻസിങ്ങിൻ്റെ ബേസിൽ ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ എനിക്ക് ഏഷ്യൻ ഗെയിംസ് 2018 ജക്കാർട്ടയിൽ വെച്ചാൽ ഏഷ്യൻ ഗെയിംസ് മിസ്സായത്. ശരിക്കും പറഞ്ഞാൽ കയ്യിൻ്റെ ഉള്ളിൽ കൊണ്ട വെച്ചിട്ട് അതെടുത്ത് കളഞ്ഞ പോലെയായിരുന്നു. കാരണം ഞങ്ങൾ 3 മാസത്തോളം ക്യാമ്പിന് അവിടെ ഉണ്ടായിരുന്നു. സെലക്ഷൻ ട്രയൽസിൽ നമുക്ക് ഓൾറെഡി ക്വാളിഫൈ ആയിരുന്നു. പക്ഷെ അറ്റ് ലാസ്റ്റ് പിന്നെ നമ്മുടെ അസോസിയേഷൻ എന്നൊരു സീൻ കാരണം ലാസ്റ്റ് ടൈം അതിന് തൊട്ട് മുന്നേയുള്ള ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പോയി അതിൽ ബെസ്റ്റ് 8 ക്വാളിഫൈനൽസ് വരെ എത്തിയ ടീം മാത്രമേ പോകാൻ പാടുന്നൊരു റെസ്ട്രിക്ഷൻ വന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ടീം ക്യാൻസലായി പോയത്. ഇല്ലെങ്കിൽ എന്തായാലും ആ ഏഷ്യൻ ഗെയിംസിന് പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് അത്രയും ആഗ്രഹിച്ചത് കൊണ്ടും ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഇനിയിപ്പോൾ ഏഷ്യൻ ഗെയിംസ് നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് 4 വർഷത്തിന് ശേഷം ഇപ്പം കൊറോണയൊക്കെ ഇനിയും ഡിലേ വരുമെന്ന് അറിയില്ല. ബട്ട് 2022 ശരിക്കും നെക്സ്റ്റ് ഏഷ്യൻ ഗെയിംസ് പറയുന്നത്. അങ്ങനെ ഏഷ്യൻ ഗെയിംസിൽ ഇനി ഒരു ഏഷ്യൻ ഗെയിംസ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തായാലും ക്വാളിഫൈ ആവുക, എനിക്ക് വേണ്ടി മെഡൽ നേടുക, അതാണ് ഏറ്റവും വലിയ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരെയും പോലെ തന്നെ നന്നായിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫെൻസിങ്ങിൽ നമുക്ക് ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് നോർത്തിൽ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ്, അതൊക്കെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യുക, നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
ഇനി നന്നായിട്ട് ഇപ്പോൾ ഇപ്പോഴാണെങ്കിലും സ്പോൺസേഴ്സിനെ ഒരുപാട് ട്രൈ ചെയ്യുന്നത്, അങ്ങനെ ഒരു സ്പോൺസർഷിപ്പ് ചെയ്യാവുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും പുറത്ത് പോയി ട്രെയിൻ ചെയ്യാനും ഒരുപാട് കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ ട്രൈ ചെയ്ത് എന്തായാലും ഒളിമ്പിക്സ് വരെ എത്തണം. ഒളിമ്പിക്സ് എന്തായാലും ക്വാളിഫൈ ആവണം. അതിനുശേഷം ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങുന്നത് വലിയ അംബീഷനാണ് ശരിക്കും പറഞ്ഞാൽ.